ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആർബിട്രറി ഫങ്ഷൻസിന്റെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ ഇസെറ്റ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു എഫ് ഓഫ് 1/x പ്ലസ് ലോഗ് വൈ. y square plus 1/2 into, sorry, 1/2 है, y square plus 2 into f of 1/x plus log y. അപ്പോൾ f of 1/x plus log y ആണ് ഇവിടുത്തെ ആർബിട്രറി ഫംഗ്ഷൻ. f of 1/x plus log y ആണ് ഇവിടുത്തെ ആർബിട്രറി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ വിത്ത് റെസ്പെക്ട് x പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ഡിഫറൻഷിയേറ്റ് പാർഷ്യലി with respect to x. Differentiate partially with respect to x. Upon the zx, z suffix x. Zx is equal to y square le x illiyadonde y square le derivative 0 ആയിരിക്കും. Plus 2 into f dash of 1/x plus log y. Into ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ 1/x നെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്താൽ മൈനസ് 1/x സ്ക്വയർ. 1/x നെ എങ്ങനെ d by dx of 1/x equal to d by dx of x raised to minus 1. Minus 1 x raised to minus 2 equal to minus 1/x square. ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ d by dx of 1/x is minus 1/x square. ഓക്കെ, ലോഗ് വൈയിൽ എക്സ് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. അപ്പോൾ മൈനസ് എഫ് ഇ ഈക്വൽ ടു മൈനസ് 1/x സ്ക്വയർ ഇൻറ്റു 2 ആക്കാം. മൈനസ് 2/x സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1/x പ്ലസ് ലോഗ് വൈ. 1/x പ്ലസ് ലോഗ് വൈ. മൈനസ് 2/x സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1/x പ്ലസ് log y. അടുത്ത ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y. Differentiate partially with respect to y. Respect to y. We set the suffix y. Set the suffix y equal to y square derivative 2y. Y square derivative 2y plus 2 into f dash of 1/x plus log y. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് x ചെയ്യുമ്പോൾ 1/y into 1/y into 1/y. 1/x നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 0, log y നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 1/y. അപ്പോൾ q ഈക്വൽ ടു 2 into y plus f dash of 1/x plus log y into 1/y. Okay. Equation 3. നേരത്തെ equation 2 ഉണ്ട്. equation 2 ഒന്നുകൂടെ എഴുതാം. equation 2 is p equal to minus 2/x square into f dash of 1/x plus log y ആണ് p. ഇതിന് equation number 2 എന്ന് വിളിച്ചു. q equal to 2 into y plus f dash of 1/x plus log y into 1/y. അതിനെ equation number 3 എന്ന് വിളിച്ചു. Okay. അപ്പോൾ q minus 2y equal to from equation 3. equation 3 ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? From equation 3 q minus 2y equal to, അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതിക്കൊണ്ട് 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എഴുതാണ്. 2 equal to 2y plus 2 into
1/x plus log y into 1/y. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ q minus 2y equal to 2 into f dash of 1/x plus log y into 1/y. അത് ഈ 2 ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് എഴുതിയിരുന്നു. അങ്ങനെ പുറത്തേക്ക് എടുക്കാണ്ട് ഉള്ളിലേക്ക് തന്നെ എഴുതിയിട്ട് ഈ 2y LHSലേക്ക് കൊണ്ടുവന്നു. അപ്പൊ q minus 2y equal to 2 into f dash of 1/x plus log y into 1/y. അപ്പൊ ഇനി ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 ചെയ്യാം. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3. So p by q minus 2y, p by q minus 2y equal to minus 2 by x square. ഇതും ക്യാൻസൽ ആവും. minus 2 by x square by 1/y. So minus 2y by x square. So p by q minus 2y equal to minus 2y by x square. Minus 2y by x square. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെ നിർത്തിയാൽ മതി. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ പി എക്സ് സ്ക്വയർ ഈക്വൽ ടു minus 2y into q minus 2y. So px square equal to minus 2yq plus 4y square. ഈ ചോദ്യം ഡിഫിക്കൽട്ട് ഒന്നല്ല, നമുക്ക് എഫ് എലിമിനേറ്റ് ചെയ്ത് അറിയാം, അത്രേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ വിത്ത് റെസ്പെക്ട് വൈ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനുശേഷം അറേഞ്ച് ചെയ്ത ശേഷം അത് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എഫ് ഡാഷിന്റെ ടേം പോകുമ്പോൾ എഫ് ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കിയുള്ളത് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആൻസർ. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ശരിക്കും ഫസ്റ്റ് സെക്ഷനിലെ ചോദ്യം ഇതിൽ ടഫാണ്. കാരണം ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് അങ്ങനെ ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 3 എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ. അപ്പൊ അത് ഏത് സ്റ്റെപ്പാണ് നമുക്ക് അറിയില്ല. ഇവിടെ എല്ലാ പ്രോബ്ലത്തിലും ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 ചെയ്താണ്. പക്ഷെ ചെയ്യണതിന് മുന്നേ എഫ് ഡാഷ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ എഴുതിയിട്ട് വേണം നമ്മൾ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കിയൊന്നും വ്യത്യാസമില്ല. അപ്പൊ അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ശ്രമിച്ചു നോക്കുക. അവിടെ 2 ഫംഗ്ഷൻസ് ഉണ്ട്, എഫും ജിയും ഉണ്ട് അല്ലെ. അതായത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എഫും ജിയും ഉള്ളതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം. z equal to f of x plus g of y. z equal to f of x plus g of y. ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് എഫ് ഒന്ന് ജി. സാധാരണ ഒറ്റ ആർബിട്രറി ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ 2 ആർബിട്രറി ഫംഗ്ഷൻസ് ഉണ്ട്, എഫും ജിയും. അപ്പൊ എങ്ങനെ ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യുക പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ z x is equal to f dash of x plus g dash of y. g dash of g of y ല് x ഇല്ല, അതുകൊണ്ട് 0 ആയിട്ട് f dash of x z is equal to f dash of x. അതുപോലെ ഡിഫറൻസ്, അപ്പൊ it implies p equal to f dash of x. Differentiate partially with respect to y. Differentiate partially with respect to y. So what will you get? Z to y equal to f dash g dash of y. Z to y equal to g dash of y. It implies q equal to g dash of y. Q equal to g dash of y. Okay. Equation number 1, equation number 2. I mean equation number 2, equation number 3. Equation number 3. Okay. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റിയ
ഈ സെറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ സെറ്റ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് അല്ലെ? സെറ്റ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമ്മളിവിടെ ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 3 ചെയ്താൽ എഫ് ഡാഷ് ബൈ ജി ഡാഷിനെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ക്യാൻസൽ ആയി പോവില്ല. എഫ് ഡാഷ് ബൈ ജി ഡാഷ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ബൈ എഫ് ഡാഷ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എഫ് ഡാഷ് ബൈ ജി ഡാഷ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രക്രിയ, ഇവിടെ ഈ സെറ്റ് എക്സ് അല്ലേ, എഫ് ഡാഷില് എഫ് ഡാഷ് ഓഫ് എക്സിൽ വൈ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതാ ഇക്വേഷൻ 2 differentiate equation 2 differentiate equation 2 with respect to y. Differentiate equation 2 with respect to y. With respect to y, equation 2 differentiate. Equation 2 with respect to y differentiate ചെയ്താൽ zxy 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 ചെയ്യുമ്പോൾ ഇതിനെ with respect to y ചെയ്യുമ്പോൾ 0 zxy equal to 0. zxy equal to 0. zxy equal to 0. അപ്പൊ അതാണ് ആൻസർ. ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, കാരണം ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്തിട്ടുണ്ട്. അപ്പൊ zxy equal to 0 എന്നുള്ളതാണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം നമുക്ക് ഒറ്റ ഫംഗ്ഷൻ ഉള്ളത് ചോദിച്ച് കണ്ടിട്ടില്ല, രണ്ട് ഫംഗ്ഷൻ ഉള്ളത് ചോദിച്ച് കണ്ടിട്ടില്ല പരീക്ഷയ്ക്ക്. അതുകൊണ്ട് ഇത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് എഴുതിയപ്പോ കൂട്ടത്തിൽ എഴുതിപ്പോയ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം, പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യും. അങ്ങനെ രണ്ടെണ്ണം ചെയ്തിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ വെച്ച് നമുക്ക് പഠിക്കാനുള്ള പ്രോബ്ലംസ്.